കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be glorified. ഡാളസ് AG ചർച്ചിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ചേർന്ന് എനിക്കും ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് തന്ന വിശേഷപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I thank God for this great privilege to worship alongside of the members of Dallas AG Church. ഈ ചർച്ചിനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചർച്ചാണ്. This is a church that is very close to my heart. ഈ ചർച്ച് മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ ഔദാര്യ സപ്പോർട്ടുകൾക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God for all the ways that God has used this church to support the work in Malabar, India. എനിക്ക് ഇന്നേ ദിവസം ദൈവസഭയിൽ വരുവാനും ശുശ്രൂഷിപ്പാനും അവസരമൊരുക്കിയ അനുഗ്രഹീതനായ പാസ്റ്റർ VP എബ്രഹാം, ഈ ചർച്ചിൻ്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. And I give my heartfelt thanks to the servant of God, Pastor VP Abraham, and all the servants of God who extended the invitation for me to come and പാസ്റ്റർ minister. VP എബ്രഹാം ഞാൻ വളരെ ആദരിക്കുന്ന ദൈവമനുഷ്യൻ. ദൈവസഭയ്ക്ക് അദ്ദേഹത്തെ ദൈവം ഒരു ഗിഫ്റ്റായി തന്നിരിക്കുകയാണ്. I honor Pastor VP Abraham very much, and I think that it is a gift of God to this church that he's given us. തൻ്റെ മക്കളൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ കത്തി ജ്വലിക്കുന്ന ശുശ്രൂഷകരും പ്രവർത്തകരുമാണ്. God has used his children to be burning flames of God in his kingdom. പാസ്റ്റർ ചാണ്ടി, ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ പാസ്റ്റർ CJ സാമുവേൽ, കർത്തൃദാസന്മാരുടെ ഒരു ഗണം നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ സല്യൂട്ട് ചെയ്യും. And I want to give my greetings to Pastor CJ Samuel and Pastor Chandi Charian. മാലിയിലെ തോമസ് ഊട്ടിച്ചായന്, മറ്റേ എൻ്റെ ഞാൻ വളരെ പ്രിയപ്പെടുന്ന ബ്രദർ കുഞ്ഞ്, മോനീസ്, പ്രിയമുള്ള എല്ലാവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോർജ് ഊട്ടി ബ്രദർ, ജോസ് ബ്രദർ, And I give my loving greetings. കുഞ്ഞുബായി, ഒത്തിരി പേരുടെ പേരുകൾ എടുത്തു പറയുവാനും. I give my loving greetings to all these people that were just mentioned. എൻ്റെ സെക്കൻഡ് ഹോമാണ് കുഞ്ഞുബായിയുടെ വീട്. Kunyubai Uncle's house is my second home. A home away from my home. ദൈവം തന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. May God bless him and his family. കഴിഞ്ഞ 48 വർഷമായി ഞാൻ മലബാറിൽ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. I've been laboring in Malabar for the last 48 years for the Lord. കേരളത്തിൻ്റെ പകുതിയില്ല, ഏകദേശം പകുതിയോളം വരുന്ന ഭൂവിഭാഗമാണ് മലബാർ. And Malabar is almost half of the land of Kerala. ഇന്നും 261 പഞ്ചായത്തുകളിൽ 8 മുനിസിപ്പൽ ടൗണുകളിലും നമുക്ക് പ്രവർത്തനമില്ല. And there's in about 101 cities or municipalities, there's not a work of God. മലബാർ ഒരു മിഷൻ ഫീൽഡാണ്. Malabar is a mission field. കഴിഞ്ഞ കുറേ മാസങ്ങൾക്കപ്പുറം എൻ്റെ ഉള്ളിൽ വലിയ ഭാരം തോന്നി. ദൈവമേ, എന്ന് മലബാറിലെ ഈ വേലയില്ലാത്ത പഞ്ചായത്തുകളിലൊക്കെ സുവിശേഷീകരണം നടത്തുവാനും സഭ സ്ഥാപിപ്പാനും കഴിയും. അതേ, ആ ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടി. And the burden that was in my heart was, Lord, why is there not a church, or why is there not a mission work here in this land? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വരവേ ദൈവാത്മാവ് 2024 മുതൽ 2034 വരെ ഒരു മിഷൻ സ്ട്രാറ്റജി പ്ലാൻ തയ്യാറാക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. And God gave me the grace over the past few years to develop a mission strategy plan in that place. അങ്ങനെ മലബാറിലെ 150 പഞ്ചായത്തുകൾ സ്ട്രാറ്റജിക്കായ ടൗൺഷിപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അടുത്ത 10 വർഷം കൊണ്ട് അവിടെ സുവിശേഷീകരണം നടത്തുവാനും സഭ സ്ഥാപിക്കുവാനും മലബാറിലെ നിലവിലുള്ള സഭകളെ, ശുശ്രൂഷകന്മാരെ ഉത്സാഹിപ്പിച്ച് ഒരു പഞ്ചായത്ത്, ഒരു സഭയും ആ പാസ്റ്ററും ദത്തെടുത്ത് പ്രവർത്തിപ്പാൻ ആ മലബാർ ഉടനീളം സഞ്ചരിച്ച് എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു വരികയായിരുന്നു. And we began to place a pastor over every municipality, over 100 municipalities. We began to establish the work of God in many cities there. അങ്ങനെ യാത്ര ചെയ്യവേ ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ ഒരു ഭാരം തന്നു. And as we were journeying forward in this manner, the Lord gave me another burden. ഞാൻ തന്നെ പോയി കാസർഗോഡ് ജില്ലയിൽ പാർത്തുകൊണ്ട് ദൈവവേല ചെയ്യുക. I'm living alone there in Kasaragod and doing the work of God. ഞാൻ കോഴിക്കോട് സഭയുടെ സീനിയർ പാസ്റ്ററാണ്.
And I'm also the pastor, the senior pastor of the church in Kozhikode. ഒരു ഞായറാഴ്ചയിൽ 7 സർവീസ് അവിടെ നടക്കുന്നുണ്ട്. And in one Sunday, there's about 7 services. ഞാൻ സഭയോട് പറഞ്ഞു ഇനിയും തൊട്ട് ഞാൻ ശനി ഞായറും മാത്രമേ കോഴിക്കോട് ഉണ്ടായിരിക്കുകയുള്ളൂ. And I will only be in Kozhikode. I told the church on Saturday and Sunday. മൺഡേ ടു ഫ്രൈഡേ ഞാൻ കാസർഗോഡ് ജില്ലയിൽ 2 പഞ്ചായത്തിൽ പോയി 2 വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നവംബർ മാസം 1-ാം തീയതി മുതൽ അടുത്ത ഒരു വർഷം മറ്റ് പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ഞാൻ ഈ 2 പഞ്ചായത്തുകളിൽ പോയി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. And then I've decided to take a rental house in this particular area. And from Monday to Friday, I'll completely devote myself to developing the work of God ഒരു in that place. പഞ്ചായത്തിന്റെ പേര് പൈവളികെ എന്നാണ്. പൈവളികെ. And one city's name is Paivalige. അത് അവിടെ 4 ഭാഷക്കാരാണുള്ളത്. കൊങ്കണി, തുളു, കന്നഡ, മലയാളം. കേരളത്തിലെ പഞ്ചായത്താകട്ടോ, മഞ്ചേശ്വരം താലൂക്കിലുള്ള ഒരു പഞ്ചായത്ത്. This is a city in Kerala, but it has many different languages in the city. ആർക്കും ഒരു സഭയില്ല. റോമൻ കത്തോലിക്കർക്ക് പോലും അവിടെ ഒരു സഭയില്ല. There's a church for nobody in this city, not even for Roman Catholics. കാസർഗോഡ് ജില്ലയിൽ 21 പഞ്ചായത്തുകളിൽ ഒറ്റ പെന്തക്കോസ്തുകാർക്കും സഭയില്ല. And there's not one church in Kasargod for even Pentecostals. തിങ്കൾ മുതൽ ബുധൻ വരെ പൈവളികയിലും വ്യാഴം വെള്ളി ദിവസങ്ങൾ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന ഒരു താലൂക്ക് ആസ്ഥാനമാണ്. അവിടെയും പ്രവർത്തിപ്പാൻ ഞാൻ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ഉൾപ്രേരണ നിമിത്തം അതിന് തയ്യാറായിരിക്കുക. And God was giving me a leading to spend certain days in particular cities all throughout this municipality. മലബാറിൽ ഞാൻ അനൗൺസ് ചെയ്തു, ഇനി ഒരു കല്യാണത്തിനും എന്നെ ആരും വിളിക്കരുത്. കല്യാണം നടത്താൻ ഞാൻ ആ ദിവസങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഒരു വർഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ, പ്രായം കൂടുന്നു, ശരീരത്തിൽ ക്ഷീണമുണ്ട്, അധികം നാൾ പാർക്കാൻ പറ്റില്ല. ഒരു വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ച് 2 സ്ഥലങ്ങളിലും പ്രവർത്തിപ്പാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് 2 സ്ഥലങ്ങളിലും എനിക്ക് 10 വീതം കുടുംബങ്ങളെ, 10 വീതം യൗവനക്കാരെ, അതിൽ തന്നെ 2 വീതം യൗവനക്കാർ ഈ 2 പഞ്ചായത്തുകളിൽ നിന്നും അടുത്ത വർഷം ബൈബിൾ സ്കൂളിൽ വന്ന് വചനം പഠിക്കുവാൻ എനിക്ക് ആത്മാക്കളെ തരണമേ എന്ന് രാവും പകലും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വരികയാണ്. And I was praying night and day in the presence of God. Lord, give me 2 sets of 10 people and 2 sets of young people that will one day be able to come to the Bible college and study your word. ആ നിലയിൽ രാത്രിയിലൊക്കെ അറിയാതെ ഈ ദിവസങ്ങൾ ഞാൻ ഉണരും. ഈ കഴിഞ്ഞ രാത്രിയിലും എനിക്ക് നല്ല ഉറക്കം കിട്ടിയില്ല. ഉണരുമ്പോഴെല്ലാം ഒരു ഭ്രാന്തനെ പോലെ പൈവളികെ, വെള്ളരിക്കുണ്ട്, ഈ സ്ഥലങ്ങൾ കർത്താവിനോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വരിക. And all throughout the night, when I would just wake up in the middle of the night, even last night itself, I would just wake up like a madman and begin to pray, bearing these 2 cities, Paivalige and this other place, in my prayers. ഇദ്ദേഹം പൈവളിക എന്ന് നന്നായി പറഞ്ഞിട്ട്, എൻ്റെ ഭാര്യ ചിലപ്പം പൈ ഗുളിക എന്നൊക്കെയാ പറയുന്നത്. Thank God for this dear brother. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നമ്മുടെ മൂക്കിന്, നിങ്ങളെല്ലാവരും മധ്യകേരളത്തിൽ നിന്നുള്ളവരാണ് അധിക പങ്കാളുകളും. എൻ്റെയും പിതാവിൻ്റെയൊക്കെ സ്ഥലം മധ്യകേരളമാണ്. എനിക്ക് മധ്യകേരളത്തിൽ ഒരു നല്ല സഭയെടുത്ത് ശുശ്രൂഷ ചെയ്യാൻ പാസ് CJ സാമുവേലിനൊക്കെ അറിയാം, അവസരമുണ്ടായിരുന്നു. പക്ഷേ മലബാർ പോയി പ്രവർത്തിപ്പാൻ ദൈവാത്മാവ് നൽകിയ നിയോഗം അനുസരിച്ച് അവിടെ ആയിരിക്കുകയാണ്. ഞാനിത് പിന്നെ ഇത് ആവർത്തിച്ച് പറയുന്നത്, മലബാർ ഇന്നും ഒരു മിഷൻ ഫീൽഡാണ്. Malabar is still a mission field. 7 മില്യണിലധികം മുസ്ലിംസ് അവിടെയുണ്ട്. There are 7 million Muslims living in Malabar. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട്. There are many tribal people, Adivasis, still living there. കമ്മ്യൂണിസത്തിനും RSSനും വളരെ സ്ട്രോങ് ഹോൾഡ് ഉള്ള ഇടമാണ്. It is a stronghold for communism and RSS works. അവിടെ പ്രവർത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. It's not a very quick or easy thing to start a work there. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. Bear that place in your ഒരു prayers. പ്രാർത്ഥനാ വിഷയോടെ ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് വചനത്തിലേക്ക് നമുക്ക് കടക്കാം. I want to present another prayer request before you. ഞാൻ സാധാരണ സഭകൾ പോകാറില്ല. ഞാൻ അമേരിക്ക വന്നു 3 ഞായറാഴ്ച ഞാൻ വീട്ടിലിരുന്ന് ആരാധിക്കുകയായി. I don't really go ന്യൂജേഴ്സിയിൽ എൻ്റെ മോളുടെ അടുക്കൽ.
I stay in New Jersey with my daughter, and I don't go everywhere and worship. എനിക്കൊരു പ്രോഗ്രാം തരണേ എന്ന് പറഞ്ഞ് ഒരു സഭയെ ഞാൻ പോയി സമീപിക്കാറില്ല. I don't visit a church saying, give me a program. പക്ഷെ ഞാൻ ഡാളസ് ഏജിയില് എപ്പം വന്നാലും ഇവിടെ വരാറുണ്ട്. But anytime I come to Dallas, I visit this സ്വന്തം church. വീട്ടിലേക്ക് വരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ എനിക്ക് വരാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വരുന്നു, നിങ്ങളുമായി പങ്കുവെക്കുന്നു. I feel like I'm in home territory when I come here, and I can share this with നാളെ you. ഞാൻ ഇവിടെ നിന്ന് മടങ്ങി പോകും. And tomorrow I will go from here. വെള്ളിയാഴ്ച ഞാൻ ഇന്ത്യയിലേക്ക് പോകും. And then I will also be in India soon. ഇവിടെ വന്ന് നിങ്ങളോട് കാണാനും ഒരുമിച്ച് ആരാധിപ്പാനും പ്രാർത്ഥനാ വിഷയം പങ്കുവെക്കുവാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുക. And I thank God for the wonderful privilege that He's given me to worship with you. മലബാറിലെ പ്രവർത്തകരിൽ 27% പാസ്റ്റർമാരും 60 വയസ്സും അതിന് മീതെ പ്രായമുള്ളവരാ. There are about 27 pastors in Malabar that 27% percentage of pastors are above the age of 60. Down the line 15 years, അടുത്ത 15 വർഷം അതിന് മുകളിലേക്ക് ഈ പാസ്റ്റർമാരെല്ലാം ഫിസിക്കലി ഇൻവാലിഡ് ആകും. പകരം അവർക്ക് വേലക്കാരെ കൊടുക്കണം സഭകൾക്ക്. Over the next 15 years, many of these pastors are going to become invalid, and there needs to be another എൻ്റെ new. മനസ്സിനെ അലട്ടുന്ന ഒരു വലിയ ഭാരവും കൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രാർത്ഥനാ വിഷയമായി പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. And I want to present to you a burden that's inside of my heart as a കഴിഞ്ഞ prayer. 30 വർഷമായി നമുക്കൊരു ബൈബിൾ സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നു. 94 തുടങ്ങിയതാണ്. For the past 30 years, there's a Bible school that is operating very well ഇന്നും there. വാടക കെട്ടിടത്തിലാണ് പ്രവർത്തനം. It is in a rental place. ആ പ്രവർത്തനം കൂടുതൽ വിദ്യാർത്ഥികളെ എടുത്ത് പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല വാടക കെട്ടിടമായി. And we're not able to take on more students into that place because it's a ഒരു rental വർഷം place. 25 പേരെ എങ്കിലും എടുത്ത് പഠിപ്പിച്ചാലേ നമ്മുടെ ആവശ്യം നിവർത്തിക്കപ്പെടുകയുള്ളൂ. In 1 year, we can only take about 25 students. എന്നാൽ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. But it is a very impossible situation. നമ്മൾ ഒരു സ്ഥലം, ഒരു 6.5 ഏക്കർ സ്ഥലം അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് 6 കോടി 2 കോടി 10 ലക്ഷം രൂപയ്ക്ക്. There's a 6-acre land that we have taken as a rental. It's 2 crores. ആ സ്ഥലം മേടിക്കാൻ കഴിഞ്ഞാൽ താൽക്കാലികമായ കെട്ടിടം അവിടെ ഉണ്ടാക്കി ബൈബിൾ സ്കൂൾ അവിടെ നടത്താം. And if we buy that place, we can build a temporary place for our ഞാൻ Bible വളരെ college. പ്രാർത്ഥിച്ച് അധ്വാനിച്ച് ഒരു 80 ലക്ഷം രൂപ അതിനുവേണ്ടി സ്വരൂപിച്ചിട്ടുണ്ട്. And I have allocated some funds for that place. അടുത്ത 6 മാസത്തിനുള്ളിൽ എനിക്ക് 1 കോടി 30 ലക്ഷം രൂപ വേണം. And in the next 6 months, I need 1 crore. 130,000 US dollar. നിങ്ങൾ ആ വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. I want you to pray for that matter, and I want to turn to the Word of God. പ്രാർത്ഥിക്കുകയാണ്. You must pray for that specifically. ഞാൻ പറയട്ടെ, ഭൂമിയിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നിന്നൊരു ഫണ്ടിംഗ് ഏജൻസിയും മലബാറിലെ പ്രവർത്തനങ്ങൾക്കില്ല. There's no funding agency funding the work of God in Malabar. എന്നാൽ ഈ സഭ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ അനേക വർഷങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഭയാണ്. But this is a church that has supported the work of God in Kasaragod. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ആ വിഷയവും ഞാൻ മുൻപിൽ വെക്കുകയാണ്. And I want to present that to you as a prayer request. നമ്മുടെ അല്പനിമിഷത്തെ വചന ധ്യാനത്തിനായി നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's turn our attention to the scriptures for the next few moments. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. Philippians chapter 3 verses 9 and 10. അനുഭവിച്ചറിയേണ്ടത്. നമ്മുടെ തലകൾ വണക്കി ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. Amen. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനത്തിന് മുൻപാകെ
നിന്റെ ദാസിദാസന്മാരായ ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രാപിപ്പാനായി കാത്തിരിക്കുന്നു. തിരുവായി മൊഴിഞ്ഞ് ഞങ്ങളോട് അരുളി ചെയ്യണമേ. മന്നയേക്കാൾ മേത്തരമായ മന്ന കൊണ്ട് അങ്ങ് ഞങ്ങളെ പോഷിപ്പിക്കണമേ. നിന്റെ ജനത്തെ ഇന്ന് ഐശ്വര്യമായി അങ്ങ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ വായായി അടിയങ്ങളെ ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Can we lift up our hands to give him praise? അല്പം കൂടെ ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം Can we give കൊടുക്കാം. him praise even greater? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ ചിന്തയ്ക്ക് കൊടുക്കുന്ന തലവാചകം പോൾസ് പ്രയോറിറ്റി പാഷൻ ഇൻ ഫിലിപ്പിയൻസ്. ഫിലിപ്പിയ ലേഖനത്തില് പൗലോസിന്റെ ആഗ്രഹങ്ങളുടെ മുൻഗണന താന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. This morning, what I want to talk to you about is Paul's priority passion in Philippians. അപ്പോസ്തലനായ പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പിയയിലുള്ള സഭ. The Philippian church was the church that was established in Paul's second missionary journey. മാസിഡോണിയൻ വിഷൻ അനുസരിച്ച് അപ്പോസ്തലപ്രവൃത്തി 16 നിന്ന് വായിക്കുന്നു, പൗലോസിന് ദൈവം നൽകിയ ദർശനം അനുസരിച്ച് താൻ പോയി സുവിശേഷം പ്രസംഗിച്ച് സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പിയ സഭ. According to Acts chapter 16, Paul received a Macedonian call and he established the Philippian church in his second missionary journey. യൂറോപ്പിലെ ആദ്യത്തെ സഭയുമായിരുന്നു ഫിലിപ്പിയ സഭ. The Philippian church was also the first European church as well. ലുദിയ കാരാഗ്രഹ പ്രമാണി, ഫിലിപ്പിയയിലെ ജയിലർ, പിന്നെ ഭൂതഗ്രസ്തയായി സൗഖ്യം വന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഇങ്ങനെ 3 പേരോട് കൂടെയാണ് ആ സഭ ആരംഭിച്ചത്. And this church started with 3 individuals. It was Lydia the jailer and this young girl who received a healing from the Lord. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം റോമിലെ ജയിലിൽ കടന്നുകൊണ്ട് താൻ എഴുതുകയാണ്. Paul is writing to the Philippian church from a Roman jail. പൗലോസ് അന്ന് റോമിലെ ഹൗസ് അറസ്റ്റിലാണ്, വീട്ടു തടങ്കലിൽ പാർക്കുകയാണ്. Paul is under house arrest in Rome. ഫിലിപ്പിയർക്ക് താൻ എഴുതുന്ന ഈ ലേഖനത്തിൽ പൗലോസിന്റെ ഉള്ളത്തിലെ 7 കത്തി ജ്വലിക്കുന്ന 7 burning desires, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. And as Paul is writing to the Philippian church, there are 7 burning desires within his heart that he's imparting to the church. അതെല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. And I don't have time to get into all of those things. വളരെ പരിമിതമായ സമയം കൊണ്ട് പൗലോസിന്റെ 3 ആഗ്രഹങ്ങളെ ഞാൻ 7 ആഗ്രഹം 3 എണ്ണത്തെ ഒന്ന് തൊട്ട് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. Out of the 7 burning desires, I just want to touch on 3 of the burning desires of Paul's Paul. pursuit number 1, പൗലോസിന്റെ ആഗ്രഹങ്ങളിൽ പ്രഥമമായത് indwelling in the Lord, കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. The first of Paul's pursuit was the indwelling in the Lord. അതിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് അവനിൽ ഇരിക്കേണ്ടതിന്. And be found in him. In chapter 3 verses 9. എനിക്ക് അവനിൽ ഇരിക്കേണ്ടതിന്. That I may be found in him. പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തയുടെ ഒരു പ്രധാന ആശയമാണ്. One of the main concept of Pauline theology is in Christ. പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തയുടെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ എന്ന ആശയമാണ്. One of the great themes in the writings of Paul and the theology of Paul is being in Christ or being in Christ. 164 പ്രാവശ്യം തന്റെ ലേഖനങ്ങളിൽ in Christ, യേശു ക്രിസ്തുവിൽ എന്ന പദം And ഉപയോഗിച്ചിട്ടുണ്ട്. over 100 times Paul uses this phrase in Christ, in പൗലോസ് Christ. പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ യേശു കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Paul writes that there's therefore now no condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ
ലോകത്തിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. റോമർ 8:1. Romans chapter 8 verses 1, there's no condemnation for those who are രണ്ട് in കൊരിന്ത്യർ Christ. ലേഖനം 5:17 പൗലോസ് പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2 Corinthians chapter 5 verses 1, therefore if anyone is in Christ, he is a new creation. പൗലോസിന്റെ ആഗ്രഹം യേശു ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളതാണ്. The great desire of the apostle Paul is that we must be in Christ. പൗലോസിന്റെ ലക്ഷ്യം, താല്പര്യം, അവന്റെ ജീവിതത്തിന്റെ ആഗ്രഹമെല്ലാം യേശു ക്രിസ്തുവിൽ ആയിരിക്കുക എന്നത് ആയിരുന്നു. The ultimate life goal of the apostle Paul was that he should be in Christ Jesus. പ്രിയമുള്ളവരെ, നമ്മുടെയും ഉള്ളിന്റെ കത്തുന്ന ആഗ്രഹം അതായിരിക്കട്ടെ. Dear people of God, that should be the burning desire of our heart. ക്രിസ്തുവിലായിരിക്കുക. That we must be in Christ Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പൗലോസ് ലേഖനം എഴുതുന്നത് ഫിലിപ്പിയ സഭയ്ക്ക്. Paul is writing this epistle to the Philippian church. ഫിലിപ്പിയ പട്ടണം റോമിൽ നിന്ന് അകലെയുള്ള ഒരു റോമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. Philippi was a city that was very far from Rome. റോമിന്റെ ഒരു കോളനി ആയിരുന്നു ഫിലിപ്പിയ. It was a colony of Rome. അവിടെയുള്ള ഈ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ താന് അവരോട് ആവശ്യപ്പെടുന്നത്, പൗലോസിന്റെ ഭാഷ നമ്മളത് വരികൾക്കിടയിലൂടെ വായിച്ചെടുത്താൽ നമുക്കറിയാം, പൗലോസ് പറയുന്നത് റോമിലെ ആ സംസ്കാരവുമായിട്ട് ഇവർ ഇഴുകിച്ചേരാതിരിപ്പാൻ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. If you were to read in between the lines of the writings of Paul to the Philippian church, he's encouraging them not to get swayed with the culture in Rome. ഫിലിപ്പിയയിലുള്ള സഭയോട്, വിശ്വാസികളോട് പറയുമ്പോൾ താൻ പറയുന്നു, നിങ്ങൾ റോമിന്റെ റോമിന്റെ ആ കൾച്ചർ അനുസരിച്ച് അവർ മുമ്പോട്ട് ജീവിക്കാതിരിപ്പാൻ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. He's encouraging them that they should not follow the customs and the cultures of Rome. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, And in light of that this morning, let me tell you, we are the colony of heaven. we are the colony of heaven. നാം സ്വർഗ്ഗത്തിന്റെ ഒരു കോളനിയായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. You and I have been called to live as a colony of heaven. We have the heaven culture. We have heaven's culture. We have the biblical culture. We have the biblical culture. നാം ഈ ലോകത്തോട് അനുരൂപരായി തീരേണ്ടവരല്ല. You and I are not called to be conformed to this world. നമ്മൾ ദൈവാനുരൂപരായി, ക്രിസ്താനുരൂപരായി നാം ജീവിക്കേണ്ടവരാണ്. But we have been called to be conformed to Jesus Christ. അപ്പോസ്തലനായ പൗലോസ് താന് ഈ ഫിലിപ്പിയരെ പ്രബോധിപ്പിക്കുമ്പോൾ റോമിന്റെ കൾച്ചറുമായി ലോകവുമായി ചേരാതിരിപ്പാൻ അവരെ പ്രബോധിപ്പിക്കുന്നു. When you read the writings of Paul to the Philippian church, he's telling them not to follow the customs of Rome. ഇന്ന് ദൈവത്തിന്റെ സഭ വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We can see that the church of God is going through a very trying time. ദൈവസഭ സോഷ്യൽ മീഡിയ കൾച്ചറുമായി ആയി ചേർന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see that the church is getting conformed and influenced by social media, becoming addicted to it. ജോൺ പൈപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. John Piper says like this: One of the great uses of Twitter and Facebook will be to prove at the last day that prayerlessness was not from lack of time. അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായ്മ സമയം കൊത്തിന്റെ ആ കുറവ് നിമിത്തമാണ് എന്ന് ആർക്കും പറയുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ മുൻപിൽ നാം സ്പീച്ച്ലെസ്സായി വാക്കു മുട്ടിപ്പോയി നിൽക്കേണ്ട ഒരു സമയം നമുക്കുണ്ടാകും. There will be a time, one of the great uses of Twitter and Facebook will be that we will be without excuse on the day of judgment. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനോട് ഞാൻ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും എല്ലാം ഉൾക്കൊള്ളിക്കുകയാണ്. And I'm also including Instagram, Netflix and YouTube and all these other social media sites. വിശ്വാസികളും ആത്മീക നേതാക്കന്മാരുമൊക്കെ ഈ സോഷ്യൽ മീഡിയ കൾച്ചറുമായിട്ട് അതിന് അഡിക്റ്റ്
കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. You and I are living in a time where even pastors and believers together are being influenced and addicted to social media culture. ദൈവവചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ വേണ്ട വിധം പ്രാർത്ഥിക്കുവാനോ സമയം തന്നിമിത്തം കണ്ടെത്തുവാൻ കഴിയാതെ ആയി തീർന്നിരിക്കുന്ന ഒരു ആത്മീക അനാസ്ഥ അവിടങ്ങളിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. We can see that there's no time left to meditate on the word of God, to spend time in the presence of God. ഹല്ലേലൂയ. Hallelujah. അത് ഭവിക്കാതിരിപ്പാൻ ദൈവസഭയെ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. And the Holy Spirit is warning this to the church of God. പൗലോസിന്റെ ആഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. The great desire of the Apostle Paul is that the church should be in Christ. അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. He desires to know nothing other than Jesus Christ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. He desires to know nothing other than Christ crucified. ഈ ലോകത്തോട് പറ്റുമാനമില്ലാതെ ഉള്ള ഒരു ആത്മീകതയ്ക്കായിട്ട് ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. And the Holy Spirit is inviting us that we should not be conformed to this world but be truly spiritual. പൗലോസിന്റെ മറ്റൊരു ആഗ്രഹം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. And let me give you another desire of the great The Apostle second Paul. priority passion of Paul in Philippians concerns intimacy with the immaculate Christ. കുറ്റമറ്റ ക്രിസ്തുവുമായിട്ടുള്ള പ്രാണസഖ്യത. The second burning passion of the Apostle Paul is that we should have intimacy with the immaculate Christ. ഫിലിപ്പിയർ 3:10 പൗലോസ് പറയുന്നു, In Philippians chapter 3 verses 10, എനിക്ക് അവനെ അറിയണം. that I may know him. I want to know Christ. എനിക്ക് അവനെ അറിയണം. I want to know him. This means intimacy with the immaculate Christ, flawless Christ, intimacy with the absolute holy Christ. Amen. Intimacy with the absolute holy Christ. Hallelujah. Hallelujah. കർത്താവുമായിട്ട് കുറ്റമറ്റ പൂർണ്ണമായ ഒരു തികവുള്ള പ്രാണസഖ്യത ഇതിൽ കഴിയുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. Paul is desiring intimacy with a blameless, a pure, a holy Christ. ഇന്ന് പകൽ നമ്മുടെ ഉള്ളത്തിന്റെ ആഗ്രഹം എന്താ? What is the great desire of our hearts? നമ്മുടെ ഹൃദയ ആഗ്രഹങ്ങളുടെ മുൻഗണന എന്താണ്? What is the priority of our hearts? ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, David said like this, ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, one thing that I've sought of the Lord, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, and that alone I desire, യഹോവയുടെ മനോഹരത്വം കാണണം, that I must be a pillar in the house of God, പാർക്കണം, and I must dwell in the house of the എന്റെ Lord ആയുഷ്കാലമൊക്കെയും all the days of my life. അവന്റെ മന്ദിരത്തിൽ പാർക്കണം. I want to dwell in his house. രാജാവായിരിക്കെ പല ആഗ്രഹങ്ങൾ അവനുണ്ട്. As a king, he has many desires രാജ്യത്തിന്റെ അതിർത്തി സൂക്ഷിക്കുക, to secure his kingdom. പലതും അവന്റെ മുൻഗണനാക്രമത്തിലുണ്ട്. There are many things that are threatening David. എന്നാൽ അവന്റെ പ്രയോറിറ്റി, ആ പർസ്യൂട്ട്, ആ പീനക്കിൾ എന്ന് പറയുന്നത് അതിന്റെ അത്യുച്ച സ്ഥായിലുള്ള അവന്റെ ആ മുൻഗണന ആ ക്രമത്തിൽ അവൻ പറയുന്നു, എന്നെ ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. But the pinnacle of David's pursuits is that one thing I have requested of the Lord, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. and that alone do I desire. യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം. I want to see the great temple of the Lord, അവന്റെ മന്ദിരത്തിൽ എനിക്ക് അവനെ ധ്യാനിക്കണം. and I want to meditate in his temple, എന്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. and I want to dwell in the house of the Lord forever. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? What is the desire of your heart, dear children of God? ഹൃദയങ്ങളെ നോക്കുന്നു. God is looking at your heart this morning. ദൈവത്തിനായി കൊതിക്കുന്ന ഹൃദയം നമുക്കുണ്ടോ? Do you have a heart that is zealous, that is craving for God? പവിത്രതയിൽ കിടയറ്റ കർത്താവുമായിട്ടുള്ള പ്രാണസഖ്യതയിൽ ജീവിപ്പാൻ ഇന്ന് പകൽ ഈ ആരാധന വഴി ദൈവാത്മാവ്
നമുക്ക് കൃപ നൽകട്ടെ. May God give us the grace that we must desire intimacy with the immaculate Jesus Christ. ലിയനാർഡോ റാവിൻഹിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. I've heard something that Leonard Ravenhill said one time. അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം കഴിച്ച ഈ സമരഭടൻ ശരീരത്തിൽ ഇപ്പോൾ ക്ഷീണിതനാണ്. He is aged and he is very old in his life when he says എന്നാൽ this. അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. But his desires are never gone to waste. അവന്റെ ദർശനം ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. His vision has never become dull. അവന്റെ ഹൃദയത്തിന്റെ ആത്മാവിന്റെ ചൂട് ഒരിക്കലും തണുത്തു പോകുന്നില്ല. Oh, the fever of his heart has never gone too dull. പൗലോസ് ഇത് എഴുതുമ്പോൾ ജയിലിലാണ്. എന്നാൽ ജയിലിൽ നിന്ന് ദൈവമേ എന്നെ സ്വതന്ത്രമാക്കണമേ എന്നുള്ളതല്ല അവന്റെ ആഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെ മുഖ്യ hallelujah. വിഷയം. Paul is writing this from prison, but the priority request that he has from God is not, Lord, free me from this jail. ഒരുപക്ഷേ അവൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു കാണും. Maybe he desired this, എന്നാൽ അവന്റെ മുഖ്യ ആഗ്രഹം but the priority desire, എനിക്ക് അവനെ അറിയണം. his preeminent desire is that I must know him. ഹല്ലേലൂയ. അവന് ഈ ഭൂമിയിൽ ഇനിയും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിക്കണം എന്നല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. He's not praying that I must be freed from this prison and go around and travel in ministry. ഒരുപക്ഷേ അവൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു കാണാം. Perhaps he desired that in his heart. ഹല്ലേലൂയ. Hallelujah. എന്നാൽ അവന്റെ ആഗ്രഹത്തിന്റെ ആ പീനക്കൾ അതിന്റെ അത്യുച്ച സ്ഥായി എന്ന് പറയുന്നത് എനിക്ക് അവനെ അറിയണം. But the preeminent desire of the Apostle Paul is that I must know him. ഹല്ലേലൂയ. Hallelujah. അവന്റെ ഉള്ളിന്റെ വലിയ താല്പര്യം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. Paul is revealing a great desire of his heart. പൗലോസ് ഇത് പറയുമ്പോൾ ഒരു ഇന്റലക്ച്വലായ അറിവിനെ കുറിച്ചല്ല പറയുന്നത്. Paul is not writing here about an intellectual understanding of God. ദൈവവുമായിട്ട് ആ ദൈവത്തെ a knowledge of taste, ദൈവത്തെ ആ രുചിച്ചറിയുക. But Paul is writing here about a knowledge, a tasting of God. ദൈവത്തിന്റെ വചനം പറയുന്ന യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. The word of God says, taste and see that the Lord is good. എനിക്ക് അവനെ അറിയണമെന്ന് പറയുമ്പോൾ അതൊരു വായനയിലും കേൾവിയിലും ബൗദ്ധികമായുമുള്ള അറിവിനെ കുറിച്ചല്ല പറയുന്നത്. When Paul says that I want to know Christ, he's not talking about knowing Christ in books or knowing about God. It is an experiential knowledge. It is an experiential knowledge, Participatory knowledge. participatory knowledge. Involving knowledge. It is involving എൻ്റെ knowledge. കർത്താവിന്റെ പങ്കാളിയായി എനിക്ക് അവനെ അനുഭവിച്ചറിയണം. I want to take fellowship with him and partake with him. എനിക്ക് അവനെ രുചിച്ചറിയണം. I want to taste and know him. ഹല്ലേലൂയ. Hallelujah. ശ്രദ്ധിക്കണേ, നമ്മിൽ ആരെക്കാളും യേശുവിനെ നന്നായി അറിഞ്ഞവനാണ് പൗലോസ്. Paul is a person who knows Jesus more than any of us. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ലക്ഷക്കണക്കിന് വിശ്വാസികളെ എടുക്ക്, അവരെല്ലാവരെക്കാളും യേശുവിനെ അടുത്തറിഞ്ഞവനാണ് പൗലോസ്. You look at thousands of believers in Jesus Christ, but Paul knows Jesus even more closely than any of എന്നാൽ them. പൗലോസിന്റെ ആഗ്രഹം നാം ശ്രദ്ധിക്കണം. But look at the pursuit of The Paul. more he knew him, the more he wanted to know, and no wonder, for in him everything is worthy to be known. Hallelujah. The Hallelujah. more Paul knew him, the more he wanted to know him, for in him everything was worthy to be known. യേശുവിനെ എത്ര അറിഞ്ഞോ അത്രയ്ക്കും പിന്നെയും അറിയുവാൻ അവൻ ആഗ്രഹിച്ചു. കാരണം യേശുവിൽ അറിയപ്പെടാൻ യോഗ്യതയുള്ളതേ ഉള്ളൂ. The more that Paul knew Jesus, the more he wanted to know, because everything about God, Jesus was worth knowing. Jesus is the only and only person who is worth knowing. Oh, Jesus is the only person who is worth knowing. ലോകത്തിൽ അറിയപ്പെടുവാൻ ഇത്രമാത്രം യോഗ്യനായ മറ്റൊരുവനെ നമുക്ക് കാണാൻ കഴിയില്ല. There's nothing else more worthy to be known than Jesus. ഈ ലോകത്തിൽ നമ്മൾ വലിയ ആദരിക്കുന്ന
പേഴ്സണാലിറ്റി വ്യക്തികളെ നാം എടുത്തു നോക്കുക. Take the greatest personalities in this world. അവരിൽ അറിയപ്പെടാൻ യോഗ്യതയില്ലാത്ത എന്തെങ്കിലും ഒന്ന് കാണും. There's something in their life that disqualifies them from being known. The secret areas, Their secret life, the their secret veiled areas, the areas. veiled areas. അവരെ നാം ഒരുപക്ഷെ കൂടുതൽ അടുത്തറിയുമ്പോൾ അത് ചിലപ്പോൾ നമ്മെ നിരാശപ്പെടുത്തിയേക്കാം. The more we get to know them, that may discourage us from knowing them further. എന്നാൽ here stands Jesus. But here stands Jesus. ഇവിടെ യേശുവിനെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. Paul is pointing to the person of Jesus. അവനിൽ അറിയപ്പെടാൻ യോഗ്യതയുള്ളതേ ഉള്ളൂ. Everything about Jesus is worthy to be known. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. In the book of Revelations, chapter 5 5, verse 8 and 9. 5 verses 8 and അവിടെ 9. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും Hallelujah. വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. മൂപ്പന്മാർ പാടുകയാണ്. The elders are singing the song. അവരുടെ പാട്ടിന്റെ സാരം ഇതാണ്: യേശുവേ നീ യോഗ്യൻ. And the lyrics of their song is this: Jesus, you are worthy. Yes, in him everything is worthy to be known. Hallelujah. Absolutely, comprehensively, Amen. and completely. Yes, Hallelujah. everything is worthy to be known in him, absolutely, comprehensively. Hallelujah. Hallelujah. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? Can we lift up our hands and give him praise? വീണ്ടും അതേ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. I want to turn your attention to verse 12. 11 and 12. 11 and Chapter 12. 5 verse 11 and 12. Chapter- പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് Hallelujah. ശക്തിയും ധനവും ജ്ഞാനവും Amen. Hallelujah. ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ Amen. എന്ന് Hallelujah. പറഞ്ഞു. Praise God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ, അനുഗമിപ്പാൻ യോഗ്യനായ, മാത്രം കുറ്റമറ്റ ഒരു കർത്താവ് നമുക്ക് വേണ്ടി വാഴുകയാൽ. Oh, there is a Jesus that is reigning, who is worthy. He is worthy to be known. ഹല്ലേലൂയ. അവൻ Hallelujah. കൃപ നിറഞ്ഞവനാ, He is full of grace. അവൻ മഹത്വം നിറഞ്ഞവനാ, He is full of glory. അവൻ ശക്തി He is നിറഞ്ഞവനാണ്. full of power. For in him everything is worthy to be known. For in him everything is worthy to be known. My Jesus is incomparable. My Jesus is എന്റെ incomparable. കർത്താവ് തുല്യതയില്ലാത്ത അതുല്യനായ ദൈവമാണ്. Nobody can compare to my beloved. അവൻ യഥാവാനാണ്. Oh, he is complete. അവൻ മാറ്റമില്ലാത്തവനാണ്. He is unchanging. അവൻ സകലത്തിന്റെയും ആരംഭവും അവസാനവുമാണ്. He is the beginning and he is the end. അവൻ ശാരോനിലെ പനിനീർ പുഷ്പമാണ്. Oh, he is the rose of അവൻ Sharon. താഴ്വരകളിലെ താമരയാണ്. Oh, he is the lily of the അവൻ valley. 10,000-ങ്ങളിൽ സുന്ദരനാണ്. He is the fairest of അവൻ 10,000s. രാജാതിരാജാവാണ്. He is the King of അവൻ kings. കർത്താവാണ്. He is the Lord of അവൻ lords. ഭൂമിയിലെ സകല രാജാക്കന്മാർക്കും മീതെ മഹാരാജാവാണ്. He is the mighty King above all the kings of this earth. alone He's- and apart from everyone. എല്ലാവരിൽ Hallelujah. നിന്നും He stands alone and apart from every person. വ്യത്യസ്തനായി നിലകൊള്ളുന്ന He is Hallelujah. stands apart from everyone. പവിത്രനായ കർത്താവ്. Oh, he is great and he is mighty, Jesus. ഹല്ലേലൂയ. Hallelujah. കരമുയർത്തിയ കർത്താവിനൊന്ന് സ്തോത്രം Can we lift up our ചെയ്യാം. hand and give him praise? ഹല്ലേലൂയ. Hallelujah. ഒരു വാക്ക് ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I want to share one more thought and I want to end here. Paul's pinnacle pursuit
in Philippians. Paul's pinnacle pursuit in Philippians. ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസിന്റെ ആഗ്രഹങ്ങളുടെ ആ അത്യുച്ഛ ആ നില ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. Paul is revealing the preeminent pursuit of his പൗലോസ് heart. പറയുന്നത് എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. That I want to know the power I of his want to know resurrection. the power of his resurrection. Amen. Hallelujah. ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പൗലോസ് തിരിച്ചറിഞ്ഞതാണ്. Paul recognized this power of resurrection in Damascus itself. പൗലോസിന് അറിയാം, he knew well that no power is finally a power to compare with the power of resurrection. പുനരുത്ഥാന ശക്തിയോട് കിടപിടിക്കത്തക്ക ഒരു ശക്തിയും ഈ ഭൂമിയിൽ ഇല്ലെന്ന് പൗലോസിന് നന്നായിട്ട് അറിയാം. Paul fully recognized that there was no power that could compare to the power of resurrection. ഈ ലോകത്തിൽ പല ശക്തികളുണ്ട്. There are various powers in this world. Political power, Political power, military power, military power, nuclear power, nuclear power, financial power, financial power, demonic power. demonic power. But the power of resurrection is the power that dismantle every other powers. Hallelujah. Praise God. എല്ലാ ശക്തികളെയും നിഷ്പ്രഭമാക്കുന്ന ശക്തിയാണ് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. The power of resurrection is the power that dismantles every power. ഹല്ലേലൂയ. Hallelujah. ആ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. I want to experience this power. പൗലോസിന്റെ ആഗ്രഹം അതാണ്. This is the desire of the Apostle Paul. ഈ ശക്തി ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും available ആണ്. This power is available to you and I. തിരുവെഴുത്ത് പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Paul is saying that I want you to know the greatness of the power of God that is available to us. The immeasurable greatness of God's power. The immeasurable greatness of God's power. Hallelujah. Hallelujah. കുരുടന് കാഴ്ച നൽകുന്ന ശക്തി. The power that gives sight to the blind. ഉടന്തരെ നടക്കുമാറാക്കുന്ന ശക്തി. The power that enables the lame to walk. ഊമരെ സംസാരിക്കുമാറാക്കുന്ന ശക്തി. The power that allows the mute to speak. ക്യാൻസറിന്റെ അണുക്കളെ കൊല്ലുന്ന ശക്തി. The power that reverses the cells of cancer. ഹല്ലേലൂയ. Hallelujah. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി. The power that causes the dead to be raised back to life again. അനുഭവിച്ചറിയണം. I want to know this power. സഭയെ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കട്ടെ. Church of God, let this be our great desire. Hallelujah. Hallelujah. What the church need today is Hallelujah. the greatest outpouring of the power of Hallelujah. his resurrection. What the church needs today is the greatest outpouring of his resurrection. Power of his Hallelujah. resurrection. അവിടുത്തെ Hallelujah. പുനരുത്ഥാന ശക്തിയുടെ ഒരു വലിയ പകർച്ചയ്ക്കായി ഇന്ന് രാവിലെ എത്ര പേർ ഉള്ളം കൊണ്ട് കൊതിക്കും, ആഗ്രഹിക്കും. How many of you are saying from the bottom of your heart, I want to experience that power of resurrection? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. I want to experience the power of his resurrection. ഹല്ലേലൂയ. Hallelujah. ഏത് പാതാള ഗോപുരത്തെയും നരകശക്തികളെ ഭൂതാത്മ വ്യാപാരങ്ങളെ അതിനെ നിഷ്പ്രഭമാക്കുന്ന ഉയരത്തിലെ ശക്തി പുനരുത്ഥാന ശക്തി. Oh, the power of resurrection, the power from on high can silence the powers of hell. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കറിയാമോ, ഏത് ബന്ധനങ്ങളെയും അഴിക്കുന്ന ശക്തിയാണ് പുനരുത്ഥാന ശക്തി. The power of resurrection is the power that can reverse every other power. ഏതു നുകങ്ങളെയും തകർക്കുന്ന ശക്തിയാണ് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. The power of resurrection of Jesus is the power that can break every yoke. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah.
The anointing removes every burden of demonic oppression and destroys every yoke of Satan. Amen. Hallelujah. Hallelujah. Praise you, Jesus. സാത്താന്റെ നുകങ്ങളെ, അവൻ വെച്ച് കെട്ടിയിരിക്കുന്ന നുകങ്ങളെ, അത് എത്ര ഭാരമുള്ളതായിരുന്നാലും ഇന്ന് പകൽ അതിനെ തകർക്കുന്ന ശക്തിയാണ് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. Praise God. No matter how burdensome the yoke of the devil is, the power of resurrection is the power that can break those yokes. The Bible speaks of yokes and bondages. The Bible speaks of yokes and bondages. ബൈബിള് ബന്ധനങ്ങളെ കുറിച്ചും നുകങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. Bible talks about yokes and bondages. ഗലാത്യലേഖനം 5:1 ഇങ്ങനെ വായിക്കുന്നു. In Galatians chapter 5 verses 1 it says like this. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, വീണ്ടും അടിമനുകത്തിന്റെ കീഴിൽ കുടുങ്ങിപ്പോകരുത്. For freedom Christ has set us free. Stand firm therefore and do not submit again to the yoke of ബന്ധനം slavery. നുകം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? What is the meaning when Paul talks The bondage of everything you do ending up in failure. the bondage of everything you do ending up in failure? നാം ചെയ്യുന്ന എല്ലാം പരാജയത്തിൽ ചെന്ന് കലാശിക്കുന്നു. അതൊരു ബന്ധനമാണ്. Everything that you do, it is ending up in failure. That is a bondage. Obsessions such as the fear of the dark, hearing voices, being followed are bondage. ശ്രദ്ധിക്കണം, ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്ന മാനസിക അവസ്ഥ. A mentality that you are imagining things that are not really നടന്നു there. പോകുമ്പോൾ ആരോ നമ്മെ അനുഗമിക്കുന്നു എന്ന് തോന്നല്. When you're walking along a road, you're feeling like somebody's രാത്രിയിൽ ഉറങ്ങാൻ following you. കിടക്കുമ്പോൾ ഏതോ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുന്നു. When you are laying at bed at night, you're hearing a voice and you are waking up. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്. Some people are afraid very deeply of the dark. ഇതെല്ലാം ഒരു ബന്ധനമാണ്. These are all bondages. Hallelujah. Hallelujah. A confused mind is a bondage. A confused mind is a bondage. ഒന്നിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. You're not able to make a decision about anything. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. But let me tell you a truth this One of morning. the great ministries of the Holy Spirit is to Hallelujah. release people from bondages and Hallelujah. break these yokes that the devil has placed on our shoulders. One of the great ministries of the Holy Spirit is to release people from these bondages and to break the yokes that the devil has put on their shoulders. ബന്ധനങ്ങളുണ്ട്, There are bondages. നുകങ്ങളുണ്ട്. There are yokes. എന്നാൽ ഏതു നുകത്തെയും തകർക്കുന്ന ഒരഭിഷേകം ദൈവസഭയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. But there's an anointing that is promised to the people of God that can break every yoke. ഇന്ന് രാവിലെ എത്ര പേര് ആ ഉയരത്തിലെ ശക്തിക്കായി, പുനരുത്ഥാന ശക്തിക്കായി, ആ അഭിഷേകത്തിനായി ഉള്ളത്തിൽ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? How many people are seated here desiring that power of resurrection, that anointing in their life? Hallelujah. Praise you, Jesus. ഏതു നുകത്തെയും തകർക്കുന്ന ഒരു അഭിഷേകം. An anointing that can break any yoke. ഏതു നുകത്തെയും തകർക്കുന്ന അഭിഷേകം. A anointing that can break I any yoke. believe there is an anointing. There is an anointing. There is an anointing. There is an anointing. ഏതു നുകത്തെയും തകർക്കുന്ന അഭിഷേകം. An anointing that can break any ഏതു yoke. ബന്ധനത്തെയും അഴിക്കുന്ന അഭിഷേകം. An anointing that can break any bondage. ഏതു രോഗത്തെയും സൗഖ്യമാക്കുന്ന അഭിഷേകം. An anointing that can heal any sickness. Hallelujah. 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 ദൈവസഭയ്ക്ക് ഓരോ ദിവസവും ആ അഭിഷേകം വളരെ ഫ്രഷ് ആയിട്ട് ആവശ്യമാണ്. Oh, the church of God needs this anointing freshly every day. We need a fresh anointing. Every day we need a fresh anointing. ഓരോ ദിവസവും. Every day. ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. You cannot do today's battle with yesterday's anointing. Hallelujah. We need a fresh anointing. We need a fresh anointing. ദാവീദ് പറയുന്നു, I shall be anointed with a fresh oil. David said that I shall be anointed with a fresh oil. Hallelujah. Hallelujah. അവൻ എന്നെ പുതിയ എണ്ണ തേപ്പിക്കുന്നു. He pours fresh ഇന്ന് oil പകൽ upon me. പുതിയ ഒരു നിറവ്. A new filling. പുതിയ നിറവ്. A new filling. പുതിയ കൃപ. New grace. പുതിയ ശക്തി. New power. പുതിയ
പുതിയ അഭിഷേകം. new anointing. അതിനായി കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. If you are desiring that in your life, lift up your hand and give him praise. Hallelujah. 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 എൻ്റെ ഉള്ളം കൊതിക്കുന്നത്, What my heart desires for, I want to see the manifestation of God's power hallelujah, as in the days of apostles. hallelujah, അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നതുപോലെ ദൈവശക്തിയുടെ ഒരു 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 പകർച്ച, ഒരു വെളിപ്പാട് ഈ കാലഘട്ടത്തിലും ദൈവം സഭയ്ക്ക് നൽകേണ്ടതിന് എൻ്റെ ഉള്ളം കൊതിക്കുകയാണ്. The great zeal of my heart is that I want to see a manifestation as in the days of the apostles ഞാൻ in the ദൈവത്തോട് church today. പ്രാർത്ഥിക്കുന്ന, ദൈവമേ എന്നെ പൈവളികെ വെള്ളരിക്കുണ്ടിലേക്കൊന്നും തന്നെ അയക്കരുതേ. അവിടുത്തെ സാന്നിധ്യം കൂടെ പോരണം, അവിടുത്തെ കരം കൂടെ ഇരിക്കണം. Lord, do not send me to Hallelujah. Paivalige and to these parts of India by myself, but Lord, your presence must go there with me. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I'm going to conclude my words here. യേശു 12 തന്റെ അടുക്കൽ വിളിച്ചു. Jesus called his disciples. Jesus called his Unto him. disciples to him. ആ 12 തന്റെ അടുക്കൽ വിളിച്ചു. He called his disciples to him. അവർക്ക് മത്തായി സുവിശേഷം 10-1 വായിക്കുന്നു. You can read this in അവൻ അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവരാജ്യം പ്രസംഗിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. to cast out devils and to heal all manner of sicknesses and to preach ദൈവത്തിന്റെ the kingdom വചനം of പറയുന്നു, God. he gave them power. The word of God says he gave them അവൻ power. അവർക്ക് ശക്തി കൊടുത്തു. He gave them the power. അവൻ അവർക്ക് അധികാരം കൊടുത്തു. He gave them authority. അതിന്റെ 7 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. Hallelujah. Hallelujah. ഹല്ലേലൂയ. Praise you, Jesus. ഇന്ന് പകൽ ആ അധികാരം, ആ ശക്തി നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള ആ വലിയ ത്വര, ആ വലിയ കത്തിയുന്ന ആഗ്രഹം ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ കാണുമെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. Our God shows no impartiality. സ്തെഫാനോസിനെ നിറച്ചതുപോലെ, Just as God filled Stephen, പത്രോസിനെ നിറച്ചതുപോലെ, just as God filled different believers, 120 പേർ മാളിക മുറിയിൽ കൂടിയിരുന്നവരെ നിറച്ചതുപോലെ, just as God filled the 120 believers in the upper ദൈവം room, തന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. let the people of God praise him who believe that God can fill us with his glory in these earthen vessels. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, We read like this in the word of God. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. That Stephen was full of grace and he was full of the power of God. പത്രോസിന്റെ നിഴൽ തട്ടിപ്പോലും രോഗികൾ സൗഖ്യമായി. That there were people that were healed even at with Peter's പൗലോസിന്റെ കയ്യാൽ shadow. എഫെസോസിൽ അസാധാരണ വീര്യ പ്രവർത്തികൾ നടന്നു. Great and mighty wonders were done at the hands of the apostle Peter in നമ്മുടെ Ephesus. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, But Jesus said like this, എന്നിൽ വിശ്വസിക്കുന്നവൻ the one who believes in me ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. will do the work that I have ഞാൻ done. പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് And because I go to the Father, അതിലും വലിയതവർ ചെയ്യും. they will do even greater നിങ്ങൾ things. എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. And anything that you ask of me, I will do it because I am at the hand of the എത്ര പേർ Father. വിശ്വസിക്കുന്നു അവിടുന്ന് പറഞ്ഞത് നിവർത്തിക്കുമെന്ന്? How many of you believe that God will fulfill what he said? ഹല്ലേലൂയ. Hallelujah. എന്റെ കർത്താവ് അനുതപിപ്പാൻ മനുഷ്യപുത്രനല്ല. God is not a
person that should imitate a വ്യാജം man. പറയുവാൻ അവൻ മനുഷ്യനല്ല. He is not a man that he should lie. താൻ അരുളി ചെയ്തത് അവൻ ചെയ്യാതിരിക്കുമോ? What he has declared, will he not also താൻ perform? കൽപ്പിച്ചത് അവിടുന്ന് നിവർത്തിക്കാതിരിക്കുമോ? What he has commanded, will he not also perform? അവിടുത്തെ അരുളപ്പാടുകൾ അവിടുന്ന് നിവർത്തിക്കും. Oh, God's promises will be fulfilled. സഭയോടുള്ള അരുളപ്പാടുകൾ. God's promises to the എന്നിൽ church. വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. The one who believes in me will do the work that I have done. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പൗലോസ് പറയാണ് എനിക്ക് അവന്റെ പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയണം. Paul says like this, I want to know the power of his resurrection. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Can we all stand in the presence of God? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അവനിൽ ഇരിക്കണം. I want to be in him. എനിക്ക് അവനെ അറിയണം. I want to know him. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. I want to experience the power of his resurrection. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഏതു നുകങ്ങളെയും തകർക്കുന്ന, ഏതു ബന്ധനങ്ങളെയും അഴിക്കുന്ന യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. The power of resurrection that can break any yoke and reverse any bondage. ഹല്ലേലൂയ. Hallelujah. തിരുവെഴുത്ത് പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. The word of God says like those who എന്റെ believe, നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. in my name they will cast out devils. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് They will സൗഖ്യം. lay their hands upon the sick and see them get healed. Hallelujah. Hallelujah. Healing was an integral part of Christ's ministry. യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു 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 അവിഭാജ്യമായ ഭാഗമായിരുന്നു രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. Healing was an integral part of Jesus' earthly ministry. ദൈവം നമ്മെ തന്റെ ശക്തിയാലും കൃപയാലും നിറച്ച് ഈ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം കാണുക. May the power of God fill us to see what this generation ഈ has not yet തലമുറ seen, ദൈവമഹത്വം കാണുക. so that this generation can see the glory of ഇതുവരെ God. കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം. This a glory of God that this generation has not yet ഇതുവരെ seen. കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം. A glory of God that this ഈ generation has not yet തലമുറ seen. കാണുവാൻ This generation must see it. ദൈവമേ അങ്ങ് കരുണ ചെയ്യണമേ. Lord, let your mercy be upon us. അവിടുത്തെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. Oh, would you fill us with your power, oh God? സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായവനെ Lord, who fills all in all, fill ശക്തി us. കൊണ്ട് നിറയ്ക്കണമേ. Fill us with your power. ആത്മാവിനാൽ നിറയ്ക്കണമേ. Fill us with your spirit, oh God. വചനത്തിന്റെ വെളിപ്പാടുകൾ നൽകണമേ. Give us revelation from your word, oh God. കൃപാവരങ്ങളുടെ പകർച്ച പകരണമേ. Let there be an outpouring of the gifts of the Spirit upon us. ഹല്ലേലൂയ. Hallelujah. ദൈവസഭയെ ദൈവശക്തി കൊണ്ട് നിറയ്ക്കണമേ. Oh Lord, would you fill your church with your power, oh God? ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. Let that be our prayer this morning. ഹല്ലേലൂയ.